ഹലോ ഹായ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന IBPS ക്ലർക്കിന്റെ ഷോർട്ട് നോട്ടീസ് എത്തിയിരിക്കുകയാണ്. എന്ന് മുതലാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത്? എത്രത്തോളം അവസരങ്ങളാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്? ഈ ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ഇൻഫർമേഷൻസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബാങ്ക് പരീക്ഷകൾക്ക് നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച അവസരമാണ് ഈ വർഷം. കാരണം നമ്മളിപ്പം IBPS POയുടെയും SBI POയുടെയും നോട്ടിഫിക്കേഷൻസ് വന്ന് ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 21 വരെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് SBI ക്ലർക്ക് വരും, RRB ക്ലർക്ക് വരും. അപ്പൊ ഈ വർഷം നമുക്ക് ഒന്ന് പിടിക്കാമെങ്കിൽ ബാങ്ക് പരീക്ഷ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിസാരമായി സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സൊല്യൂഷൻ IBPS? അറിയാലോ നിങ്ങൾക്ക്, 11ഓളം പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന അവസരങ്ങൾ വന്നിരിക്കുന്നത്. ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് അവസരം വന്നിരിക്കുന്നത്. അറിയാം നിങ്ങൾക്ക് എന്താണ് ടോട്ടൽ വേക്കൻസി അപ്ഡേറ്റഡ് സൂൺ എന്നാണ്, നമ്മൾ ഷോർട്ട് നോട്ടീസ് ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 15,000-ഓളം വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം 15,000-ന് ജസ്റ്റ് ഇച്ചിരി കൂടുതൽ വേക്കൻസി നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം നമ്മളൊരു 15,000 വേക്കൻസിയാണ് ഈ വർഷവും എക്സ്പെക്ട് ചെയ്യുന്നത്. സാലറി പാക്കേജ് ഒക്കെ എല്ലാവർക്കും അറിയാം. നോട്ടിഫിക്കേഷൻ എന്നാണ്? ഓഗസ്റ്റ് 1 മുതൽ 21 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് www.ibps.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഇതിന്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഈ മികച്ച അവസരം നിങ്ങൾ മിസ് ചെയ്യൂടെ? ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഞാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന് എന്ന് മുതൽ അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 21 വരെയാണ്. ഏകദേശം സർ വേക്കൻസി എത്രത്തോളം കാണും? 15,000-ഓളം വേക്കൻസിയാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പം നിരവധി അവസരങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ കൂടി മനസ്സിലാക്കി എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തിന് ഒന്നുകൂടി ഊർജ്ജം ഉണ്ടാകട്ടെ. ഇപ്പൊ നമ്മുടെ ദിശ അക്കാഡമിയിൽ ഓഫ്ലൈനും ഓൺലൈനായിട്ടും ബാങ്കിങ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, തയ്യാറെടുപ്പുകൾ പോകുന്നുണ്ട്. 3 സബ്ജക്റ്റുകൾ, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. ഇതിനൊന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷയുള്ളൂ. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും ബാങ്കിങ് അവയർനെസ്സും കമ്പ്യൂട്ടർ അവയർനെസ്സും പോലെയുള്ള ഇൻഫർമേഷൻസ് കൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ ബാങ്ക് എക്സാം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷോർട്ട് നോട്ടീസ് പറയുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. പിന്നെന്താണ്? ഓഗസ്റ്റ് 1 നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 21. പിന്നെന്താണ്? പ്രിലിംസ് എക്സാംസ് ഏകദേശം ഒക്ടോബറോട് കൂടി വരും. മെയിൻസ് എക്സാമിനേഷൻ വരുന്നത് ഡിസംബറിലാണ്. ടൈം നമ്മുടെ ഫ്രണ്ടിലുണ്ട്, കൃത്യമായി സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നന്നായി പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ഏറ്റവും മികച്ച അവസരമാണ്. ഒക്ടോബറിലാണ് പ്രിലിംസ് വരുന്നത്, മെയിൻസ് വരുന്നത് ഡിസംബറിലേക്കാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് തന്നെ ആവശ്യത്തിന് സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ കിട്ടിയല്ലോ. ഇനി എന്താണ്? ഫീസ് ഉണ്ട്. എത്രയാണ്? 850 റുപ്പീസ്. 850 റുപ്പീസ് ആണ് എന്ത് വരുന്നത്? ഫീസ് വരുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മസ്റ്റായിട്ടും ഈ 850 രൂപ ഫീസ് അടയ്ക്കേണ്ടത് UR ജനറൽ കാറ്റഗറി, OBC, EWS. ഇനി SC ST അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് കാറ്റഗറി ആളുകൾക്ക് 175 രൂപയാണ്. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. 850 ആണ് ജനറൽ കാറ്റഗറിയുടേത്. 175 ആണ് നമ്മുടെ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള കാറ്റഗറിക്ക് വരുന്നത്. അത് മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ശരി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഏജും അതുപോലെ ക്വാളിഫിക്കേഷനുമാണ്. മക്കളെ, എനി ഡിഗ്രിയാണ് വേണ്ടത്. ക്വാളിഫിക്കേഷൻ വരുന്നത് എനി ഡിഗ്രിയാണ്. ഏജ് ലിമിറ്റ് 20 to 28 കേട്ടോ. 20 to 28. അപ്പൊ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയല്ലോ. ഒരു ക്ലറിക്കൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾ എന്തായിരിക്കണം? 21 to 28 എന്നുള്ള ഏജ് കാറ്റഗറിയിൽ വരണം. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരേണ്ടത്. എന്ന് മുതൽ അപ്ലൈ ചെയ്യാം? ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 21 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം വേക്കൻസി എന്ന് പറയുന്നത് 15,000-ഓളമാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ. ഈ സാർ ഏതൊക്കെ ബാങ്കുകളാണ് ഇതിനകത്ത് വരുന്നത് എന്നറിയാൻ ചില ആളുകൾക്കെങ്കിലും താല്പര്യമുണ്ടാവും. അവർക്ക് ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ ബാങ്കുകളാണെന്ന്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? ഒരു പ്രിലിമിനറി എക്സാം നമ്മൾ പറഞ്ഞു ഒക്ടോബറിൽ കണ്ടക്ട് ചെയ്യുന്നു. ഒരു മെയിൻസ് എക്സാം അതെവിടാണ് വരുന്നത്? ഡിസംബറോട് കൂടി വരും. പിന്നെ നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ചിട്ടുള്ള നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റും, പിന്നെ എന്താണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും. നമുക്ക് എന്തില്ല? ക്ലറിക്കൽ എക്സാം ആയതുകൊണ്ട് ഇന്റർവ്യൂ ഇല്ല. ഇന്റർവ്യൂ ഒക്കെ ടെൻഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ച് എന്താണ് ഇന്റർവ്യൂ ഇല്ല എന്നുള്ളത്. ഇതും ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നതെന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി ഞാൻ ആ ബാങ്കുകളുടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം.
ഇതാണ്, ഇത്രയും ബാങ്കുകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഏതൊക്കെ ബാങ്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള ബാങ്കുകളാണ്. ബാങ്ക് ഓഫ് ബറോഡ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയും ബാങ്കുകളിലേക്കാണ്, 11ഓളം പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കാണ് ഈ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് തയ്യാറെടുക്കുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും എന്താണ്, നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്ന പരീക്ഷ തന്നെ ഉള്ളൂ ബാങ്ക് പരീക്ഷ എന്ന് പറയുന്നത്. ദിശ അക്കാഡമി അതിനുവേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തന്നെ, ബാങ്കിങ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൂടെ കൃത്യമായ അധ്യാപകരുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. കൂടാതെ എന്താണ്, നിങ്ങൾക്കൊരു ഓൺലൈൻ കോഴ്സ്, നിങ്ങൾ ബാങ്ക് എക്സാമിന് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ കോഴ്സുകളുണ്ട്. അതിൽ ഏർലി ബേർഡ്സ് ഓഫർ ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ ദിശയുടെ ബ്രാഞ്ചുകൾ നിങ്ങൾക്കറിയാം, അവിടെ എന്താണ്, ഓഫ്ലൈൻ ബാച്ചുകൾ, ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം ബ്രാഞ്ചുകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ ഈ വർഷം ഒരു ബാങ്ക് പരീക്ഷ നേടിയെടുക്കണം എന്ന രീതിയിൽ തന്നെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ അവസരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ അപ്ലൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.